ഹലോ, വെൽക്കം ടു ത്രെഡ്സ് വേൾഡ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഫ്രോക്കിൻ്റെ കട്ടിംഗ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണ്. ആദ്യം തന്നെ ഫ്രണ്ട് ഭാഗത്തിൻ്റെ ചെസ്റ്റിൻ്റെ മേലത്തെ പോർഷനാണ്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് സ്റ്റിച്ച് ചെയ്യാം. അതേപോലെ അതിൻ്റെ മേലെ കൂടെ ഒരു സ്റ്റിച്ചും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നെക്കിൻ്റെ ആ ഒരു ഷേപ്പാണ്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒരു കർവ് പോലെ വരക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വേണമെന്നുള്ളവർക്ക് ചെയ്യാം. അടുത്തത് ഷോൾഡർ ഭാഗമാണ്. ഇവിടെ ഷോൾഡറായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നില്ല, പകരം ഒരു നാട വെച്ച് കൊടുക്കുകയാണ്, കുറച്ച് വീതിയിലുള്ളത്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ്, നല്ല വശത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം അത് തിരിച്ചിട്ടിട്ട് അതിലെ കൂടെ ഒരു ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇലാസ്റ്റിക് അതിലൂടെ ഇട്ട് കൊടുക്കുക. ഇനി അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കെട്ടിട്ട് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇലാസ്റ്റിക് ബാക്കിലേക്ക് വലിയാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതേപോലെ താഴത്തെ ഭാഗത്തും ആവശ്യത്തിനനുസരിച്ച് ഇലാസ്റ്റിക് എടുക്കുക. അതിനുശേഷം അവിടെ ഒരു കെട്ടിട്ട് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ മറ്റൊരു ഇലാസ്റ്റിക്കും ഇങ്ങനെ ചെയ്തെടുക്കുക. ഇനി അതിൻ്റെ മേലെ കൂടെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. അപ്പം ഇലാസ്റ്റിക്കൊക്കെ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, അതിൻ്റെ മേലെ കൂടെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ വലിച്ച് വേണം സ്റ്റിച്ച് ചെയ്യാൻ. അതേപോലെ ബാക്കിൽ നിന്ന് ആ ഒരു പീസ് വലിച്ച് എടുക്കേണ്ടതുണ്ട്. ഇനി അത് ഫ്രണ്ട് ഭാഗത്ത് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇവിടെ ലൈനിങ് വെക്കുന്നുണ്ട്. അപ്പോൾ ലൈനിങ്ങിൻ്റെയും അതേപോലെ മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശത്തിൻ്റെയും ഇടയിലായിട്ടാണ് ഈ ഒരു നാട വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ വെച്ച് കൊടുക്കുമ്പോൾ നീങ്ങിപ്പോവാതെ ശ്രദ്ധിക്കുക. അതേപോലെ ഫ്രണ്ട് ഭാഗത്തിൻ്റെ സ്ലീവിൻ്റെ ഭാഗം അത് ഞാൻ ഷേപ്പ് ചെയ്തിട്ടില്ല, ബാക്കിലെ വശത്തിൻ്റെ അതേപോലെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒരു കർവ് പോലെ ഞാൻ തുന്നിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ സ്റ്റിച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ സൗകര്യത്തിനനുസരിച്ചാണ് ഇങ്ങനെ ചെയ്തത്. ഇനി സ്റ്റിച്ച് ചെയ്തതിൻ്റെ ബാക്കി ഭാഗം അത് കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം തിരിച്ചിട്ട് അതിൻ്റെ മേലെ കൂടെ ഒരു സ്റ്റിച്ചും കൂടെ ഇട്ട് കൊടുക്കുക.
അപ്പോൾ ഇതാണ് ഫ്രണ്ടിൻ്റെ ബോഡി പാർട്ട്. ഇനി താഴത്തെ പ്ലീറ്റ് വെക്കുന്ന ഭാഗം അത് ഞാൻ ഒറ്റൊരു പീസായിട്ടാണ് കട്ട് ചെയ്തത്. അപ്പോൾ അതൊന്ന് രണ്ടായി തിരിക്കുക. അതിനുശേഷം ലെവൽ ചെയ്ത് വി കട്ടോ അല്ലെങ്കിൽ മാർക്കോ ചെയ്ത് പ്ലീറ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരുപാട് പ്ലീറ്റ് ഒന്നുമില്ല, ജസ്റ്റ് ഒരു കുറച്ച് മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഇപ്പോൾ ബോഡി ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. അതിനുശേഷം മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ 14.5 15 ഉണ്ട്, അത്രയൊന്നും ആവശ്യമില്ല. ഇപ്പോൾ ഒരു 12.5 വേണ്ടുള്ളൂ. അപ്പോൾ അതൊന്ന് ക്രോസായി മുറിച്ച് മാറ്റാം. ഇനി പ്ലീറ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ വി കട്ടിൻ്റെ അവിടെ കറക്റ്റായി വരുന്നത് ശ്രദ്ധിക്കുക, എന്നാൽ മാത്രമേ അവസാനം വരെ കറക്റ്റായി കിട്ടുള്ളൂ. ഇനി ഫ്ലവറൊക്കെ വെക്കാൻ വേണ്ടി ഒരു പട്ട വെക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ പ്രാവശ്യം വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പ്ലേറ്റിൻ്റെ തൊട്ട് മേലെയായി വെക്കുക. അടുത്തത് ബാക്ക് വശത്തിൻ്റെയാണ്. അപ്പോൾ ബാക്ക് വശത്തിൻ്റെ ബോഡി പാർട്ടാണ് ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ അതും ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കുക. അതിനുശേഷം ആ ഒരു നാട ഇതിലേക്കും കൂടെ വെക്കുക. ബാക്ക് വശത്തും നാട വെക്കുമ്പോൾ ആ ഒരു ഫ്രണ്ട് ഭാഗത്തിൻ്റെ അതേ അളവ് തന്നെ വെക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ പൊന്തി നിൽക്കുന്നതായിരിക്കും. അപ്പോൾ മാർക്കിങ് കറക്റ്റായി കൊടുക്കുക. അതിനുശേഷം ലൈനിങ്ങിൽ നേരത്തെ വെച്ചതുപോലെ തന്നെ മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശത്തും ലൈനിങ്ങിൻ്റെയും ഇടയിലായിട്ട് വെച്ച് വേണം എടുക്കാൻ വേണ്ടി. ഇവിടെയും നേരത്തെ പറഞ്ഞ പോലെ തന്നെ തിരിച്ചിട്ട് അതിൻ്റെ മേലെ കൂടെ ഒരു സ്റ്റിച്ചിട്ട് കൊടുക്കുക.
ഇനി ബാക്ക് വശത്തിൻ്റെ താഴെ ഭാഗത്ത് പ്ലീറ്റ് വെച്ച് കൊടുക്കാം. അടുത്തത് കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് ആണ്. അപ്പോൾ എൻ്റെ ഒരു ഐഡിയയിൽ വെക്കുന്നതാണ്, എത്രമാത്രം ശരിയാകുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം രണ്ട് സൈഡും മടക്കി സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഒരു കേക്കിനൊക്കെ വെക്കുന്നത് പോലൊരു ഫ്ലവറാണ്. അപ്പോൾ ഫ്രണ്ട് ഭാഗത്തുനിന്ന് ബാക്ക് വശത്തേക്ക് ഒരു റൗണ്ട് പോലെ എടുക്കുക. അപ്പോൾ ഞാനത് വെക്കുമ്പം മനസ്സിലാകും. ഇനി അതൊന്ന് ചുരുക്കിട്ട് കൊടുക്കുക. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ അങ്ങനെയാണ് വരേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യുക. ഇങ്ങനെ ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്ക് മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലത്തെ 5 ഫ്ലവേഴ്സാണ് വെക്കുന്നത്. ബോഡിയുടെ ഫ്രണ്ട് ഭാഗത്ത് 3, അതേപോലെ കൈയുടെ ആ ഒരു ഭാഗത്ത് 2, അങ്ങനെയാണ് 5. അപ്പോൾ ഇതേപോലെ ബാക്കിയുള്ളതും കൂടെ ചെയ്തെടുക്കുക. ഈ ഒരു ടൈപ്പ് ഫ്ലവർ ഇഷ്ടപ്പെട്ടിനെങ്കിൽ കമൻറ്റ് ചെയ്യാം. അതേപോലെ ഇതല്ല വേണ്ടത്, വേറൊരു ടൈപ്പാണ് നല്ലതെന്ന് അഭിപ്രായമുള്ളവർക്ക് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ അഭിപ്രായം സ്വീകരിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയാണ് ഫ്ലവറിൻ്റെ വെക്കുന്നത്. ഇനി അടുത്തത് ജോയിൻ ചെയ്യാം. ഇതേപോലെ മറ്റൊരു വശവും ജോയിൻ ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഈ വീഡിയോൻ്റെ റെഫറൻസ് ആയിട്ട് ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെയാണ് ഇത് സ്റ്റിച്ച് ചെയ്തത്. അപ്പോൾ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. ഈ ഒരു ഫ്രോക്കിൻ്റെ ഫ്രണ്ട് ഭാഗത്തിൻ്റെയും ബാക്ക് വശത്തിൻ്റെയും ഫോട്ടോസ് ഫൈനലിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തംബ്നെയിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരാം.